എല്ലാവർക്കും സുഖമാണോ? നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് കരുതുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യണേ. ഇന്ന് ചെറിയൊരു വീഡിയോ ഡയറിയാണ്, വേണമെങ്കിൽ ജേർണൽ ഡയറി എന്നും പറയാം. എൻ്റെ സെക്കൻഡ് ബേബിയുടെ പ്രഗ്നൻസി കംപ്ലീറ്റ്ലി ഹൈദരാബാദ് വെച്ചിട്ടായിരുന്നു. ഇവിടെയുള്ള മിലിറ്ററി ഹോസ്പിറ്റലിൽ വെച്ചിട്ട്. നമ്മൾ പ്രഗ്നൻസി അറിഞ്ഞതിന് ശേഷം നാട്ടിലേക്ക് പോകാൻ ട്രെയിനിലെല്ലാം പോകേണ്ടതുകൊണ്ട് കുറച്ച് റിസ്ക് ആയിട്ട് തോന്നി, പേടിയായി. അപ്പോൾ പിന്നെ ഇവിടെ തന്നെ കാണിച്ച് ത്രൂ ഔട്ട് പറയുകയാണെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. കുട്ടിയെ നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ. പക്ഷേ അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഒരു വ്യത്യസ്തമായിട്ടുള്ള കാര്യം. നമ്മുടെ നാട്ടിൽ നിന്ന് നേരെ ഓപ്പോസിറ്റായിട്ടായിരുന്നു ഇവിടെ. ഞാൻ നാട്ടിൽ ഫസ്റ്റ് പ്രഗ്നൻസിൻ്റെ സമയത്ത് നമ്മൾ നാട്ടിൽ നിന്നിട്ട് ഒരു മൂവന്തി നേരത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ടൈമിന് പുറത്തൊന്നും പോകാറില്ലായിരുന്നു, രാത്രിയൊന്നും. പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൊച്ചിനെ വിളിച്ചുകൊണ്ട് വരാൻ പോകുന്ന സമയം എന്ന് പറഞ്ഞാൽ 7 മണിയാണ്, 6:30-7 മണി ആ ടൈമിനാണ്. നമ്മൾ അതിൻ്റെ മുന്നേ വിളക്കെല്ലാം കത്തിച്ചിട്ട് അവളെ വിളിക്കാൻ വേണ്ടി ഞാൻ പോകും. ഇവർക്ക് വരാൻ കഴിയില്ല, അപ്പം ഞാൻ തന്നെ പോകണം. പിന്നെ ചില പറ്റാത്ത സമയങ്ങളിൽ, അതായത് എനിക്ക് നല്ല പെൽവിക് പെയിൻ ഉണ്ടായിരുന്നു, പറ്റാത്ത ദിവസങ്ങളിൽ നമ്മുടെ ഇവിടെ ഒരുപാട് മലയാളീസ് ഉണ്ടായിരുന്നു. അവരെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ചുറ്റുവട്ടത്തുള്ളവർ ഇവിടെ ഹിന്ദി, അതായത് UP, ഒറീസ, കർണാടക, തമിഴ്നാട്, പിന്നെ ഒരു തെലുങ്കാന, ഇത്രയും ആളുകളുണ്ട്. എല്ലാവരും അത്രയും നന്നായിട്ട് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ എപ്പോഴും ഹാപ്പി ആയിരിക്കാൻ വേണ്ടിയിട്ട്, എപ്പോഴും മൂഡ് ചേഞ്ചസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 7th മന്തൊക്കെ ആയപ്പോൾ അമ്മ നാട്ടിൽ നിന്ന് വന്നു. അമ്മയും അച്ഛനും കൂടിയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അച്ഛനങ്ങ് നാട്ടിലേക്ക് തിരിച്ചു പോയതാണ്. എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ നാടാണ് ബെസ്റ്റ്. പക്ഷേ ഇതുപോലൊരു സാഹചര്യത്തിൽ നിന്നിട്ടും എനിക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് ചെറിയ തോതിൽ ഷുഗർ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രത്യേക ഡയറ്റൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തന്നിട്ടുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കുറച്ച് മെൻ്റലി സ്ട്രോങ് ആണ്, നമ്മളെക്കൊണ്ട് പറ്റും എന്ന് കരുതി നമ്മൾ ചെയ്യുകയാണെങ്കിൽ മിലിറ്ററി ഹോസ്പിറ്റൽ ഈസ് ഗുഡ്. അതല്ല, നമുക്ക് കുറച്ചുകൂടി കെയർ വേണം, നമുക്ക് ഒറ്റയ്ക്ക് പറ്റില്ല, വീട്ടിൽ നിന്നുള്ളവരൊക്കെ വേണം, ചുറ്റും ആളുകൾ വേണം എന്നൊരു ആണെങ്കിൽ നമുക്ക് നാട് തന്നെയാണ് ബെസ്റ്റ്. കാരണം നമ്മളിവിടെ അങ്ങനെ പ്രത്യേക കെയർ വന്ന് നോക്കാനൊന്നും ആരും ഉണ്ടാവില്ല. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ സെൽഫായിട്ട് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ഡിസ്ചാർജായി വീട്ടിലേക്ക് വരുന്ന ദിവസം അയൽക്കാരെല്ലാവരും കൂടി ചേർന്നിട്ട് ചെറിയൊരു വെൽക്കം പാർട്ടി തന്നതാണ് ഇത്. വീട്ടിൽ ലക്ഷ്മി വന്നു എന്നും പറഞ്ഞിട്ട് അവർ അലങ്കരിച്ച് ആളെ വെൽക്കം ചെയ്തതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.